തുടങ്ങാണ് ഒന്നല്ല രണ്ടാൾക്കാരാ മുകളിൽ ഒന്ന് കുറുക്കി നോക്കിയാ അടി അത്ര ആവുന്നുണ്ടോളൂ. നീ ഒന്തി കാണിച്ചാ അതാ കുട്ടികളെ പേടിണ്ടോ എന്തൊക്കെയാ പോണേക്കാ ഈഗലാൻഡ് പോയാൽ മതി. റോളർ കോസ്റ്ററാ. ഓ സെറ്റ് ഞാൻ അവിടുന്ന് കിടന്നേ കയ്യിലേ രണ്ടെണ്ണം അവിടെ ബാക്കിയില്ലേ വീട് കൂടിട്ടോ ഞാൻ കിടന്നേ. അത് ഈ കുട്ടികള് അവിടെ സുഖത്തിലിരിക്കാനുള്ള മെയിൻ കാരണം എന്താ പറയുക, ഈ സാധനം ഇങ്ങോട്ട് വികാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പ് ഇവിടെ ഒന്നര ഗ്യാപ്പിലേ അതിലിരിക്കാനുള്ള സുഖമുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവിടെ കുടുങ്ങി റോളർ ഈ റൗണ്ട് ഉണ്ടല്ലോ ചക്രം, ഈ ചക്രം ഒരു കുട്ടിക്കും ഇവിടുന്ന് കാണാനല്ലാതെ പുറത്ത് കാണാനില്ല. ഫുള്ള് നേക്ക് പണി. പിന്നെതാ മതില് പൊളിഞ്ഞാണ്ട് അങ്ങോട്ട് വീഴ വണ്ടി ഒരു സെപ്പറേറ്റ് അടിച്ചിട്ട് തേപ്പാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടില്ല. സംഭവം ഫുള്ള് നേക്കാണ്. ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എടുക്കണ്ട, ഞാൻ ഊന്നി തരാം. എന്താ നിങ്ങൾ ബെൽഡറാണ്. ബെൽഡർമാർ ഓവർ എന്ത് ചെയ്യാൻ പാടില്ല, വെയിറ്റിലെ സാധനം തൊടാൻ പാടില്ല. എന്താ പറയുക, നിങ്ങൾ കയ്യിന്റെ താളം നഷ്ടപ്പെടും. കൈത്താളം ഇതാ കുട്ടികളെ നിങ്ങളിപ്പോ ഗേറ്റുമ്പോൾ കയറി ഇരിക്കണ്ടല്ലോ, 3 റൗണ്ട് അങ്ങോട്ടും ഉന്തി ഇങ്ങോട്ടും ഉന്തി. സംഭവം അങ്ങനെ ഞാക്കല്ലേനോ. നിങ്ങളുടെ അഭിപ്രായമാണോ ഉന്തും നമുക്ക് പേടിയുണ്ടോ? എന്തുകൊണ്ടെന്നറിയോ, ഈ ഗേറ്റ് വെൽഡ് ചെയ്തിട്ടുള്ളത് സാധാ മന്ത് വെൽഡർമാരല്ല, മലപ്പുറത്തെ ഡേഞ്ചറസ് പേടിക്കേണ്ട ദ സ്കിൽഫുൾ വെൽഡിംഗ് മേസൺ. ആരാന്നറിയോ? ഉത്തരം പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങി തരാം. അറിയില്ല? ഓർക്കാൻ പറയും. അപ്പൊ രണ്ടാക്കും ഒരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അടിച്ചാണി സെറ്റ്. അമീൻ വട്ടപ്പറമ്പ് പറഞ്ഞ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. കാരണം എന്തുകൊണ്ടെന്നറിയോ, സ്കില്ലുള്ള മേസനാണ്, കാരിഗർ. इसलिए दूसरा साइड पे अमीन वटपरंब और ऑलराउंड एक दिन साथ काम कर सकता है. ओके जाएगा.